പിടിക്കുന്നു. അത് കണ്ട് ഫെങ് ഓടി വന്ന് അവന്റെ ഷർട്ട് ഊരി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഷോങ്ഷി അവന്റെ ബോഡി കണ്ട് അട്രാക്റ്റഡ് ആവുന്നു. അവൾ അവന്റെ ബോഡിയിൽ കൈ വെച്ച് നോക്കുന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലാകുന്നു അവൻ തന്നെയാണ് താൻ ജീവൻ രക്ഷിച്ച ആളെന്ന്. ഇത് കണ്ട് ഫെങ് ചോദിക്കും, നീ എന്തൊക്കെയായി കാണിക്കുന്നേ? അതിന് ഷോങ്ഷി പറയും, നീ ഭയങ്കര സ്ട്രോങ് ആണ്. അങ്ങനെ ഫെങ്ങിന്റെ ബോഡി കണ്ട് മതിമറന്ന് ഷോങ്ഷി ലീയെ കുറിച്ചെല്ലാം ഫെങ്ങിനോട് പറയുന്നു. അത് കേട്ടതും ഫെങ് അവിടെ നിന്ന് പോകുന്നു. അന്നേരം ഓടിച്ചെന്ന് ഫെങ്ങിന് മുന്നേ ലീയുടെ ഹോട്ടലിൽ ഷോങ്ഷി എത്തുന്നു. ഷോങ്ഷി ലീയോട് അവിടെ നിന്ന് ഓടിപ്പോകാൻ പറയുന്നു. പക്ഷെ ലീ പറയുന്നത് ഇവിടെയെല്ലാം എന്റെ കൺട്രോളിലാണ് എന്നും പറഞ്ഞ് ലീ അവളെ ഡിന്നറിന് ക്ഷണിക്കുന്നു. അങ്ങനെ അവർ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കെ ലീ അവൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. ആ സമയം ലീ ചോദിക്കും, നീ എന്തിനാ കയ്യിൽ ഗ്ലൗസ് ഇട്ടിരിക്കുന്നേ? അതിന് അവൾ പറയും, എന്നെ പോലെ ആലിയൻസിന്റെ സ്കിന്ന് വളരെ സെൻസിറ്റീവ് ആണ്, സോ നേരിട്ട് തൊടാൻ കഴിയില്ല എന്ന്. ആ സമയത്താണ് അവിടേക്ക് ഫെങ് എത്തുന്നത്. അവനെ കണ്ടതും ഷോങ്ഷി അവന്റെ ബോഡിയോട് അട്രാക്റ്റഡ് ആവാൻ തുടങ്ങും. അതുകൊണ്ട് ഫെങ് അവിടെ മാറ്റി നിർത്തുന്നു. എന്നിട്ട് ബോഡി ഗാർഡിനോട് ലീയെ പിടിക്കാൻ പറയുന്നു. അപ്പോൾ ഷോങ്ഷി വിചാരിക്കും, ഇവന്റെ കയ്യിൽ അനൗൺസേറ്റർ ഇല്ല തോന്നുന്നു, ചിലപ്പോൾ അവന്റെ വീട്ടിൽ കാണും. അതുകൊണ്ട് അവൾ അവിടെ അഭിനയിക്കാൻ തുടങ്ങും. എനിക്ക് ലീയുടെ കൂടെ തന്നെ നിൽക്കണം. ഇത് കണ്ട് ലീയും അവളെ സഹായിക്കുന്നു. അങ്ങനെ ഫെങ് രണ്ടുപേരെയും വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഷോഷി അവളുടെ അനൗൺസിയേറ്റർ തിരക്കാൻ തുടങ്ങുന്നു. പക്ഷേ അവൾ എത്ര നോക്കിയിട്ടും അത് കിട്ടിയില്ല. അത് തേടി അവൾ ഫെങ്ങിന്റെ റൂമിലെത്തുന്നു. അവിടെ വെച്ച് ഷോങ്ഷി ഫെങ് കുളിക്കുന്നത് കാണുന്നു. ഇത് കണ്ട ഷോങ്ഷി വീണ്ടും അട്രാക്റ്റഡ് ആവാൻ തുടങ്ങുന്നു. പുറത്തുനിന്ന് സൗണ്ട് കേട്ട് അവിടെ ആരോ ഉണ്ടെന്ന് ഫെങ്ങിന് മനസ്സിലാകുന്നു. അതുകൊണ്ട് ഷോങ്ഷി അവിടുന്ന് ഓടിപ്പോകുന്നു. പിന്നെ ഫെങ് റൂമിൽ വന്ന് കിടന്നുറങ്ങുന്നു. അപ്പോൾ വീണ്ടും ഷോങ്ഷി അവന്റെ റൂമിലെത്തുന്നു. അവൾ അവന്റെ ബോഡി സ്കാൻ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഫെങ് ഉണർന്ന് ഷോങ്ഷിയുടെ കൈ പിടിച്ച് കട്ടിലേക്ക് കിടത്തുകയും അവളുടെ മുകളിലായി ഇരിക്കുകയും ചെയ്തു. അപ്പോൾ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.